ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേർഡ്, എടപ്പാൾ റോഡ്, ചങ്ങരംകുളം 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. പ്രേക്ഷകർക്കും ഇസ്ലാമിക് കിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ആസാ സിൽക്ക് സെലിബ്രേഷൻ ഓഫ് ഫാഷൻ, തിരൂരുകാരുടെ സ്വന്തം ആസാ സിൽക്സിലാണ് ഇന്നത്തെ നമ്മുടെ ഇസ്ലാമിക് കിസിന്റെ എപ്പിസോഡ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. പെരുന്നാളും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു തിരക്കിൻ്റെ സമയമാണ്. എന്നാലും നമ്മുടെ കേരള വിഷൻ്റെ പ്രോഗ്രാമിൻ്റെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ നമ്മുടെ കൂടെ ഇവിടെ നിന്ന് പങ്കെടുക്കാനും സമ്മാനങ്ങൾ വാങ്ങിക്കാനും വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ കണ്ടസ്റ്റൻ്റ് ആരാന്ന് നോക്കാം. അപ്പോൾ എല്ലാ പ്രേക്ഷകരെയും ഒടുക്കി കൂടെ സ്വാഗതം ചെയ്യുന്നു കേരള വിഷൻ ഇസ്ലാമിക് കിസിലേക്ക്. കേരള വിഷൻ ഇസ്ലാമിക് ക്വിസ് ആസാ സിൽക്ക് സെലിബ്രേഷൻ ഓഫ് ഫാഷൻ ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ആദ്യത്തെ മത്സരാർത്ഥികൾ എത്തിയിരിക്കുകയാണ്. ആരൊക്കെയാണെന്ന് നമുക്ക് അവരോട് ചോദിക്കാം. അവരുടെ പേരെന്താണ്? ഇസാൻ മുഹമ്മദ്. ഇസാൻ മുഹമ്മദിന്റെ ഉമ്മയുടെ പേരെന്താണ്? ഷെറീന. എവിടെയാണ് സ്ഥലം? ഞങ്ങൾ വിലക്കെടുത്തു. പിന്നെ ഇസാന്റെ ഫാദർ എന്ത് ചെയ്യുന്നു? എന്താ ജോലി? ബിസിനസ് ആണ്. ഓക്കെ. ഇസാൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫോർത്ത് ക്ലാസ്, 4th സ്റ്റാൻഡേർഡിൽ. പേടിയുണ്ടോ? ചില്ലായിട്ട് നിൽക്ക്. നോമ്പുണ്ടോ? നോമ്പുണ്ടോ? 2 നോമ്പ്? 1 7 അമ്പടാ 7 നോമ്പൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല ക്ഷീണുണ്ട് സാർ. നല്ല മോനാണ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അരീക്കാട്. അരീക്കാട്. ഏതാണ്? UPS അരീക്കാട്. പിന്നെ ഇസാന് വേറെ ആരുള്ളത്? അനിയനോ അനിയത്തിയോ? എനിക്ക് ചേട്ടന്, അനിയന്, അനിയത്തി. ആഹാ. കാക്ക ഏത് ക്ലാസ്സിലാണ്? 8. എന്താ പേര്? അബ്ദുൽ മുസവ്വിർ. പിന്നെ ആരെയും അനിയനോ? അനിയന്റെ പേരെന്താ? ദാഷ് മുഹമ്മദ്. പിന്നെ ആരാ? അനിയത്തിയോ? അനിയത്തിന്റെ പേരെന്താ? എല്ലാരും ആണല്ലോ അല്ലെ? ഉമ്മ മാത്രം ഷാ. അപ്പന്റെ പേരെന്താ? അൻവർ സാദത്ത്. അതിലാണ്ട്. ഓക്കെ. അപ്പോൾ പരിപാടി എങ്ങനെയാണെന്നറിയോ? ഞാനൊരു 3 ചോദ്യം ചോദിക്കും. ആ 3 എണ്ണത്തിനും ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ആസാ സിൽക്സിൻ്റെ ഒരു സമ്മാനം ഉണ്ടാവും. ഉമ്മ ഉണ്ടല്ലോ അവിടെ ഹെൽപ്പ് ചെയ്യാൻ. ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ ഓപ്ഷൻ തരും. രണ്ടാമത്തെ ചെറിയൊരു ക്ലൂ തരും. മൂന്നാമത്തെ 2 ഉണ്ടാവില്ല. പക്ഷെ എന്നാലും മോൻ എന്ത് ചെയ്യും? സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ചോദ്യം. അപ്പം എന്നാലും ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? നിങ്ങൾ ഹെൽപ്പ് ചെയ്യുമല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ ഓപ്ഷൻ തരും കേട്ടോ. അപ്പം നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് ഏതാണ്? സൂറത്ത് ബക്കറ, സൂറത്ത് യാസീൻ, സൂറത്ത് ആല ഇമ്രാൻ. ഇതിലേതാണ് ഏറ്റവും വലിയ സൂറത്ത്? ബക്കറ. ഉറപ്പാണോ? പഠിച്ചണോ? ആരാണ് ക്ലാസ് പഠിപ്പിക്കുന്നത്? ഏത് മദ്രസയിലാണ് പഠിക്കണേ? മുനീറുൽ ഇസ്ലാം മദ്രസയിൽ. ഇഷ്ടമാണോ? കഥകളൊക്കെ ഇഷ്ടമാണോ പഠിക്കാൻ? ഓക്കെ. ഓതാനൊക്കെ നല്ലോണം അറിയോ? ബക്കറ ആണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ബക്കറ ശരിയായിരിക്കോ? ആലുമ്രാൻ ആവോ? അതും വലുതാണല്ലോ. ആവോ? അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഉത്തരത്തിൽ തന്നെ ശരിക്കും ഉറച്ചു നിൽക്കുകയാണ്. ഉത്തരം ശരിയാണ്. സന്തോഷമായോ? ഓക്കെ. അപ്പോൾ ആദ്യത്തെ ഉത്തരം ശരിയാക്കി പറഞ്ഞിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തത് ഇതേപോലത്തെ ഒരു ചെറിയ ചോദ്യം ഞാൻ ചോദിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യത്തത് സുഖമായില്ലേ? ഇനി രണ്ടാമത്തത് പിന്നെ മൂസാനബിനെ കിട്ടില്ലേ? മൂസാനബിൻ്റെ ഇസ്രായേൽ ജനതയാണ് മൂസാനബിൻ്റെ ആ പ്രബോധനം അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മൂസാനബി നിയോഗിക്കപ്പെട്ടത് ഇസ്രായേലിയർക്ക് ഇടയിലാണ്. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ചെങ്കടലൊക്കെ കടന്ന് മരുഭൂമി കൂടെ പോകേണ്ടി വന്നു. ആ സമയത്ത് ഇവർക്ക് ഭക്ഷണവും വെള്ളമൊന്നും കിട്ടാണ്ടായി. അപ്പോൾ ഇവരെന്ത് പറഞ്ഞു? മൂസ, നീ നബിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഞങ്ങൾക്ക് എന്ത് വേണം? ഞങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും നിൻ്റെ അള്ളാഹുവിനോട് ഇറക്കി തരാൻ പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് മൂസ നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് ഇവർക്ക് ഭക്ഷണവും വെള്ളവും ആവശ്യത്തിനുള്ളതൊക്കെ ഇറക്കി കൊടുത്തു. അതിനൊരു പ്രത്യേക ഒരു പേര് പറയും. ആകാശത്ത് നിന്ന് ഇറക്കി കൊടുത്ത ആ അനുഗ്രഹത്തിന് പറയണ പേരെന്താണ്? നമുക്കറിയാം. നമ്മൾ പെൺകുട്ടികളുടെ പേരൊക്കെ കേട്ടിടാറുണ്ട്. നമുക്കറിയായിരിക്കല്ലോ. ഖുർആനിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ വാഹനമല്ല, ഭക്ഷണമാണ്. ഞാൻ ആ ജനതയ്ക്ക് ഇന്ന സാധനങ്ങൾ ഇറക്കിക്കൊണ്ട് രണ്ട് ഒരുമിച്ച് നമ്മൾ പറയാം. 2 സാധനങ്ങളാണ്, ഭക്ഷണ വസ്തുക്കളാണ്.
അതൊരു തളികയിൽ ഇറക്കി കൊടുത്തു എന്നുള്ള രീതിക്കാണ് പറയുക. അപ്പോൾ പെൺകുട്ടിക്ക് പേരായിട്ടൊക്കെ ഇടുള്ളൂ. ആ ഫാത്തിമ. അങ്ങനത്തെ അല്ല, ഒരു അതിപ്പോൾ ഇങ്ങനെ പ്രേക്ഷകർ കാണുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഓർമ്മ ഉണ്ടാവും. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അറിയാം. അത് രണ്ട് മായും സായും. ഇനി ഇതിലും വലിയ ഓപ്ഷൻ ഇല്ല. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. ഒന്ന് മായിൽ തുടങ്ങണത്, രണ്ടാമത്തത് സായിൽ തുടങ്ങും. പക്ഷെ കയറിക്കോ എന്തായിരിക്കും? ഭക്ഷണമാണ്. മീൻസ് അത് ഒരു അനുഗ്രഹം എന്നുള്ള രീതിക്ക് ഇറക്കപ്പെട്ടതാണ്. അറിയാം. ഞാൻ പറഞ്ഞാല് എനിക്ക് അറിയുന്നു അങ്ങനെ പറയൂലേ, അങ്ങനത്തെ ഒരു ആദ്യത്തെ രണ്ടക്ഷരേ ഉള്ളൂ. മാ ആണ് തുടക്കം. മായാണ് ആദ്യത്തെ ഓപ്ഷൻസ്. രണ്ടാമത്തെ വാക്കിൽ സായാണ് വരുന്നത്. രണ്ടും കൂടെ നമ്മൾ അറബി വാക്കാണ്. അറബി വാക്കാണ്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് കുട്ടിക്ക് പേരായിട്ടൊക്കെ ഇടാൻ പറ്റുള്ളൂ. മോജിസത്ത് പറഞ്ഞാൽ പ്രവാചകന്മാർക്കുള്ള കറാമത്തുകളാണ്. ഇതൊരു കറാമത്താണ്. അറിയാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറയും ഐസ് മോനും അറിയാതെ. ഇതൊരു ഭക്ഷണത്തിന്റെ പേരാണ് അല്ലേ? അറിയില്ല. ഞാൻ പറയട്ടെ? ഇല്ല പറയല്ലോ, ഒത്തിരി നേരം കൂടെ. ഒരു ക്ലൂവും കൂടെ. അത് നമ്മളെന്താ പറയാ, ആകാശത്തു നിന്ന് ഇറക്കപ്പെട്ടു. അതൊരു ഭക്ഷണ പദാർത്ഥം എന്നുള്ള രീതിക്കാണ്. അത് അള്ളാന്റെ അനുഗ്രഹമാണ്. ഇസ്രായേൽ ജനത അഹങ്കാരികളാണ്. എന്നിട്ടും അവർക്ക് നമ്മളത് ഇറക്കി കൊടുത്തു. എന്നിട്ടും ഇവരെ വിശ്വസിക്കണമൊന്നുമില്ല. പിന്നെ ഒരു കുറേ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അറിയില്ല. ഞാൻ പറയട്ടെ? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറയത് എനിക്ക് അറിയുന്നു. പറയട്ടെ? കുറേ നേരം നിൽക്കണ്ട. ഓക്കെ. മന്നയും സൽവയും കേട്ടിട്ടില്ല? ആദ്യമായിട്ട് കേൾക്കാണോ? ഓക്കെ. എന്നാൽ മൂസാ നബിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഏടും കൂടെ ഉണ്ട്. ഫിറൗനെ ഭയന്നിട്ട് ഇവർ ചെങ്കടലൊക്കെ കടന്നു പോണ സമയത്താണ് അള്ളാഹു മന്നയും സൽവയും ആകാശത്ത് നിന്ന് ഇറക്കി കൊടുക്കുന്നത്. ആ ധാന്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ പേര് മന്നാന്ന് പേരിടാറുണ്ട്, സൽവാന്ന് പേരിടാറുണ്ട്. അതേ ഞാൻ പറഞ്ഞത്, പെൺകുട്ടിക്ക് പേരൊക്കെ ഇടാറുണ്ട്. കുഴപ്പമില്ല, പുതിയൊരു അറിവിട്ടില്ലേ? അവന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഉസ്താനിട്ട് പോയിട്ട് പിന്നെ ചോദിക്കുക, ഈ മന്നൻ്റെ സൽവൻ്റെ കഥ എന്താണ്, ഞങ്ങൾക്ക് ഈ സമ്മാനം നഷ്ടപ്പെട്ടത് അതിൻ്റെ മുകളിലാണെന്ന് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി കൂടുതൽ നല്ല മോനായിട്ട് അടിപൊളിയായിട്ട് നല്ല അറിവൊക്കെ നേടി വളരുക. എന്തായാലും ഞങ്ങൾ കൂടെ വന്ന് ഇവിടെ പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ആ സന്തോഷം ഇഷ്ടമായോ? ഞാൻ വിളിച്ചപ്പോൾ പേടിയുണ്ടായിരുന്നോ ഇങ്ങോട്ട് വരാൻ? ഇല്ല, നല്ല മിടുക്കം മോനാണ്. ഉമ്മണ്ടല്ലോ കൂടെ അല്ലേ? അപ്പോൾ എന്തായാലും ഞങ്ങളുടെ സന്തോഷം ആസാ സിൽക്സ് സെലിബ്രേഷൻ ഓഫ് ഫാഷൻ അവരുടെ ഒരു സ്നേഹ സമ്മാനം കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ആ സമ്മാനം തരുന്നതിനായിട്ട് ആസാദിൻ്റെ പ്രതിനിധികളെ സ്വാഗതം ചെയ്യുന്നു. സമ്മാനം വാങ്ങിക്കേട്ടോ. ഇസ്ലാമിക് ആസാസിൽ സെലിബ്രേഷൻ ഓഫ് ഫാഷൻ. ഇതാ ഇന്നത്തെ നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് എത്തിയിരിക്കുകയാണ്. എന്താണ് മോൻ്റെ പേരെന്താ? മുഹമ്മദ് ഇഹിജാസ്. എവിടെയാണ് സ്ഥലം? പെരിന്തല്ലൂർ. എന്തൊക്കെയാണ്, ഒറ്റയ്ക്കാണോ വന്നത്? ഉമ്മണ്ട്. അപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10ാം ക്ലാസ്സിൽ. പരീക്ഷയൊക്കെ തുടങ്ങിയോ? എങ്ങനെയുണ്ട് കഴിഞ്ഞ പരീക്ഷയൊക്കെ? ഒന്നുമില്ല. ഏതാ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ്? അങ്ങനെ എല്ലാം ഇഷ്ടമാണ്, എല്ലാം എളുപ്പമുണ്ട്. ഏത് സ്കൂളിലാണ്? ആലത്തൂർ. ഓക്കെ. പിന്നെ പെരുന്നാളിൻ്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ, അല്ലെങ്കിൽ വന്നേ ഉള്ളൂ? പെങ്ങൾക്ക് എടുക്കാൻ. എനിക്ക് എടുക്കണില്ലേ? എടുത്താ? അപ്പോൾ നമ്മുടെ പരിപാടി ഇങ്ങനെയാണ്. ഞാനൊരു 3 ചോദ്യം ചോദിക്കും. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് 3 ഓപ്ഷൻ ഉണ്ടാവും, രണ്ടാമത്തേന് ചെറിയൊരു ക്ലൂ ഉണ്ടാവും, മൂന്നാമത്തതിന് 2 ഉണ്ടാവില്ല. പക്ഷെ എന്നാലും മാക്സിമം ഉത്തരം പറയാൻ നോക്കുക. ഓക്കെ. മദ്രസയിൽ ഇപ്പോൾ പഠിക്കുന്നുണ്ടോ അല്ലേ? നിർത്തി. എത്ര വരെ പോയി? 10 കുറച്ച്. ഇവിടെ അപ്പം നല്ല അറിവുണ്ടാവണമല്ലോ അല്ലേ? അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ. ആദ്യത്തെ ചോദ്യത്തിന് നമുക്ക് എന്തുണ്ട്, ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ചോദ്യം ഇതാണ്. സൂറത്തുൽ കഹ്ഫ് കേട്ടിട്ടില്ലേ? അസ്ഹാബുൽ കഹ്ഫ്. ഓക്കെ. അപ്പോൾ സൂറത്തുൽ കഹ്ഫിലെ ആയിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ആ ഗുഹാവാസികൾ എത്ര വർഷം ഗുഹയിൽ താമസിച്ചു എന്നാണ് പറയുന്നത്, ഖുർആനിൽ പറയണത്. ഞാൻ ഓപ്ഷൻ തരാം. 300, 200, 309. ഇതിൽ എത്ര വർഷം എന്നാണ് പറയുന്നത്? 309. ഉറപ്പാണോ? 400.
ഞാൻ തന്നതിൽ 400 ഉണ്ടോ? 300, 309, 200 ഇത്രയാണ് ഞാൻ പറഞ്ഞത്. 309 ഫിക്സ്. കറക്കി കുത്തിയാണോ? കഥ അറിയാം, പക്ഷെ വർഷങ്ങളെ പറ്റിയൊന്നും എനിക്ക് വലിയൊരു ഐഡിയ ഒന്നുമില്ല. എന്നാലും ഞാൻ ഒരു 309 ഉറപ്പിച്ചു. 300 വയ്ക്കും. 300 ആവും. 300 അല്ലെങ്കിൽ 309. പിന്നെ 309 അല്ലേ? ഓക്കെ, അപ്പം ഞങ്ങൾ 309 ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അഥവാ തെറ്റിപ്പോയാൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, ചിൽ മൈൻഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ 309 ഞങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഉത്തരം ശരിയാണ് കേട്ടോ. ചില സ്ഥലത്ത് 300 പറയാറുണ്ട്, പക്ഷെ നമ്മൾ അറബി ചാന്ദ്രമാസ പ്രകാരം നോക്കുമ്പോൾ 309 കൂടുതൽ ആധികാരികത ഉള്ളത്. ചിലർ 300 എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പം രണ്ടായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ? ആ ഒരു ലെവലാണുള്ളത്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടേ. കഥ അറിയാം? എന്താ കഥ? അവിടെ ഒരു ഉറങ്ങുന്നിട്ട് നീക്കണേ. എത്ര ആളുണ്ടായിരുന്നു? കുറച്ച് ആൾക്കാർ, ഒരു 7 ആളുണ്ടായിരുന്നു. പിന്നെ ഓരോ കൂടെ ഒരു ഡോഗ് ഉണ്ട്, ഒരു നായ ഉണ്ട്. ഈ നായയാണ് ഡയറക്റ്റ് സ്വർഗത്തേക്ക് എൻട്രി ഉള്ള ഒരു ജന്തു. എന്നിട്ട് ഓരോ ഉറങ്ങിയിട്ട് ബാക്കി നീച്ചപ്പോഴത്തേക്ക് എത്രയായി? 309 വർഷം കഴിഞ്ഞ്. എത്ര കൊല്ലെന്ന് ആൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ എണീച്ചപ്പോഴത്തേക്ക് 309 കൊല്ലം കഴിഞ്ഞു പോയി. അപ്പോൾ കഥയൊക്കെ അറിയാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം സിമ്പിളാണല്ലോ? സിമ്പിളാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഖുറാനിൽ രോഗങ്ങൾക്ക് വേണ്ടിയിട്ട്, ശമനത്തിന് വേണ്ടിയിട്ട് ഒന്ന് പറയണത് നമ്മളെ ആയത്തുകൾ തന്നെയാണ്. രണ്ടാമതൊരു സാധനത്തിനെ പറ്റിയിട്ട് ഖുറാനിൽ പറയുന്നു. അത് നമ്മളെ ഭൂമിയിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്, കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. അതെന്താണ്? ഒരു ഭക്ഷണമായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. എന്താണ്? അത്തിപ്പഴല്ല, അതേപോലെ ഒരു മധുരമുള്ളൊരു സാധനമാണ്. ഡ്രൈ ഫ്രൂട്ട്സ് അല്ല, ഒരു മധുരമുള്ള ഒരു സാധനം. പപ്പായല്ല എവിടെ മധുരം? അങ്ങനെയല്ല, കുറച്ച് നല്ല മെഡിസിനൽ ഗുണങ്ങളുള്ള, ഔഷധ മൂല്യങ്ങളുള്ള, ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർ കഴിക്കുന്ന ഒരു സാധനം. അങ്ങനത്തെ അല്ല, ഒരു സെമി ഫ്ലൂയിഡ് ടൈപ്പുള്ളൊരു സാധനമാണ്. ബനാനയൊക്കെ കുറച്ച് ഇങ്ങനെ കഴിക്കുന്ന ഹാർഡ് ടൈപ്പ് അല്ല, ഒരു ഫ്ലൂയിഡ്, ഒരു ലിക്വിഡ് ടൈപ്പ് സാധനമാണ്. വാട്ടർമെലൻ ലിക്വിഡ് ആണോ ചെറുക്ക? വാട്ടർമെലൻ ഇങ്ങനെയല്ലേ, അത് ജ്യൂസ് അടിച്ചാലല്ലേ ലിക്വിഡ് ആവുള്ളൂ. കുറച്ചും കൂടെ അല്ലേ ഈ വെള്ളം പോലത്തെ അങ്ങനത്തെ ഒരു ഫോമിലുള്ള എന്നാൽ സെമി ലിക്വിഡ് ആയിട്ടുള്ള സാധനം എന്തായിരിക്കും? ഈയൊക്കെ എത്രയോ കഴിച്ചിട്ടുണ്ടാവും, ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ടാവും സാധനം. ഈ കളറും കൂടെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, കളറിൻ്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. മഞ്ഞയാണോ, ബ്രൗൺ ആണോ, കറുപ്പാണോ? ഇങ്ങനെ 3 കളറിലും ഇത് അവൈലബിൾ ആണ്. ഇതിൻ്റെ ആ ഒരു പ്യൂരിറ്റി, ഇതിൻ്റെ ശുദ്ധമായ അതനുസരിച്ചിട്ട് ഇതിൻ്റെ കളറിൽ മാറ്റം ഉണ്ടാവും. മനസ്സിലായില്ല? 2 അക്ഷരമേ ഉള്ളൂ. കിവി ആണോ? സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ള ഏതാ? ഒരു സെമി ഫ്ലൂയിഡ്, കുറച്ച് വെള്ളം പോലെയാണ്, പക്ഷെ എന്നാൽ കുറച്ച് തിക്കായിട്ടുള്ള. ഇനി മനസ്സിലായില്ല? പ്രകൃതിയിലുള്ളൊരു സാധനമാണ്. ഒക്കെ പ്രകൃതി ആയതുകൊണ്ട് എനിക്ക് ഡൗട്ടാണ്. എന്നാലും ഞാൻ പറയട്ടെ, ഇത്ര തെറ്റും കുഴപ്പമുണ്ടോ? അങ്ങനെ ഫ്രൂട്ടല്ല നമ്മൾ പറഞ്ഞു. ഫ്രൂട്ടല്ല, ഡ്രൈ ഫ്രൂട്ടും അല്ല, സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു ഐറ്റം. അടിക്ക് ഞാൻ വലിയ വരാം. കക്കിരിയൊക്കെ ഫ്രൂട്ടല്ലേ? കക്കിരി ഫ്രൂട്ടോ വെജി ഓർ സംതിങ് അങ്ങനെ ആയില്ലേ? ഇതൊന്നും അല്ലാത്തൊരു സാധനം. ഫ്രൂട്ടല്ല, ഡ്രൈ ഫ്രൂട്ടല്ല, ഫ്ലവേഴ്സ് അല്ല, പിന്നെ ഒരു സെമി ലിക്വിഡ് ഫോമിലുള്ള ഒരു സാധനമാണ്. അത് രോഗശമനത്തിന്, ചുമ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നാൽ റസൂലിൻ്റെ കുറേ മരുന്നുകളുണ്ട്. ആ കൂട്ടത്തിൽ ഖുറാനിൽ ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വസ്തുവാണ്. ഞാൻ നിർത്തി, എനിക്ക് അറിഞ്ഞൂടാ. ഉറപ്പാണോ? ഞാൻ പറയട്ടെ. തേന്. അതെ, അതവനറിയാം. കരിഞ്ജീരകത്തിൽ തേനിട്ട് കഴിക്കാനറിയാം, പക്ഷെ കരിഞ്ജീരകം ഓർമ്മ വന്നു, തേന് മറന്നുപോയി. അപ്പോൾ എന്തായാലും കുഴപ്പമില്ലല്ലോ, ഓർമ്മയില്ലേ? അത് മതി. പക്ഷെ ആദ്യത്തെ ചോദ്യം ഉത്തരം പറഞ്ഞു. രണ്ടാമത്തത് മാക്സിമം ഒരു 70% വരെ എത്തിച്ചിട്ടുണ്ട്. അവ എന്തായാലും വന്നതിനും നിന്നതിനും സമ്മാനം ഉണ്ട്. ഓക്കെ, സന്തോഷമായില്ലേ? അപ്പോൾ ഇനി ഉമ്മനോട് പറയാം, പെങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നതാണെങ്കിലും സമ്മാനം ഞാൻ വാങ്ങിയിട്ടുണ്ട്. പേരെന്തായിരുന്നു? മുഹമ്മദ് ഹിജാസ്. അപ്പോൾ ഈ ഹിജാസിന് ആസാദ് സെലിബ്രേഷൻ ഓഫ് ഫാഷൻ ആസാദ് സിൽസിൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ ആ ഗിഫ്റ്റ് നൽകുന്നതിന് വേണ്ടിയിട്ട് ആസാദ് സിൽസിൻ്റെ പ്രതിനിധികളെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു.
കേരള വിഷൻ ആസാദ് സെലിബ്രേഷൻ ഓഫ് ഫാഷൻ ഇന്നത്തെ ഇസ്ലാമിക് ഹിസിലേക്ക് നമുക്ക് രണ്ടുപേരെ കൂടെ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് പേരുകൾ പറയൂ? ദൃശ്യ ദിനേശ്. ദൃശ്യ ആൻഡ് നയന. എങ്ങനെയുണ്ട് ആസാദ് സിൽസ്? ഇഷ്ടമായി. നമ്മുടെ കേരള വിഷൻ്റെ പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ടോ? ഓക്കെ. ഈ പരിപാടിയെ കുറിച്ചൊരു ഏകദേശം ധാരണ ഉണ്ടായിരിക്കുമല്ലോ. റംസാൻ ഓർ ഇസ്ലാമിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഒന്നും പ്രശ്നമില്ല, കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ചോദ്യങ്ങളായിരിക്കും. ഓക്കെ, എന്തായാലും പങ്കെടുക്കാൻ വന്നതിൽ ഒരുപാട് സന്തോഷം. എന്താ ചെയ്യണേ? പഠിക്കാനോ? ഏതാണ്? 10th ഡിഗ്രി ഫസ്റ്റ്. ഏതാ കോഴ്സ്? ഏതാ? BSc സുവോളജി. ആഹാ, അപ്പോൾ +2 സയൻസ് ഒക്കെ എടുത്തിട്ട് എന്താ സുവോളജി എടുക്കാൻ ഒരു താല്പര്യം? അത് ഇഷ്ടമായോ? റെക്കോർഡ് വരയ്ക്കാൻ ഇഷ്ടമായതുകൊണ്ടാണോ? അങ്ങനെ അല്ല, അതിനോട് കൂടുതൽ അറിയാം. ബോട്ടണീനേക്കാളും ഇഷ്ടം സുവോളജിക്കലാണ്. ഓക്കെ, എന്താണ് എയിം? എന്താണ് ഇപ്പൊ പ്രൊഫസർ ആ ഒരു നെറ്റൊക്കെ എടുത്ത് JRF ഒക്കെ എടുത്ത് അങ്ങനെ ഒരു ടീച്ചിങ് മേഖലയ്ക്ക് പോകാനാണ് നയനയുടെ ഒരു തീരുമാനം? പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ച് ഇതുവരെ പ്ലാനുകളൊന്നുമില്ല. 10ാം ക്ലാസ്സിൽ പരീക്ഷ കഴിഞ്ഞാൽ മതി അല്ലേ? എങ്ങനെയുണ്ട് കഴിഞ്ഞ പരീക്ഷയൊക്കെ? കുഴപ്പമില്ല, ഇതുവരെ കുഴപ്പമില്ല. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ഏതൊക്കെയാണ് ഉള്ളത്? സയൻസ് ഉണ്ട്, ഹിന്ദിന് കുഴപ്പമില്ല. ഹിന്ദി അമ്മാരെ രാഷ്ട്രഭാഷ അങ്ങനെയാണല്ലോ, കുഴപ്പമില്ല. ഈ സയൻസാണ്. സയൻസിൽ ഏത്? ഫിസിക്സ് ആണോ? കെമിസ്ട്രി. ഫിസിക്സ്. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ എവിടെയാണ്? ഏത് സ്കൂളിലാണ്? KHMHSS ആലത്തിയൂർ. ഒന്നുകൂടെ പറയേ. KHMHSS ആലത്തിയൂർ സ്കൂളിൽ. ഓക്കെ, ഏത് കോളേജിൽ? ഞാൻ പൊന്നാനി MESൽ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ പരിപാടിയൊക്കെ കണ്ടിട്ട് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവില്ല. ഞാൻ ഒരു 3 ചോദ്യം ചോദിക്കും. അപ്പോൾ 3 ചോദ്യങ്ങളും വളരെ കോമൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ ആദ്യത്തെ ചോദ്യത്തിന് ഒരു 3 ഓപ്ഷൻ തരും. അതിന് ആൻസർ ആണ് എന്ന് തിരഞ്ഞെടുത്താൽ മതി. രണ്ടാമത്തെ ചോദ്യത്തിന് ഞാൻ ഒരു ക്ലൂ തരും. മൂന്നാമത്തെ ചോദ്യത്തിന് രണ്ടുമില്ലെങ്കിലും നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം ചോദിക്കാം. സഹായിച്ചാൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങൾക്ക് പരിചയമുള്ള രീതിക്കുള്ള വലിയ കടുകെട്ടി ചോദ്യങ്ങളൊന്നുമല്ല, സിമ്പിളായിട്ടുള്ള ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, ഈ മുസ്ലിംസിൻ്റെ നോമ്പ് വരുന്നത് റമദാൻ മാസമാണ് പറയുക. ഈ റമദാൻ എന്നുള്ളത് അറബിയിലൊരു മാസമാണ്. ഇംഗ്ലീഷിലെ പോലെ തന്നെ 12 മാസങ്ങൾ അറബിയിലുണ്ട്. ഈ റമദാൻ എന്നുള്ള മാസം അറബിയിൽ എത്രാമത്തെ മാസമാണ്? ഞാൻ 3 ഓപ്ഷൻ തരാം. 6, 9, 12. 9 ആയിരിക്കുമോ? ആവാം. അവള് പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല. അത് ശരിയായിരിക്കുമോ? എല്ലാം എങ്ങനെയാണോ? എല്ലാ കാര്യം എങ്ങനെയാണോ? ഓക്കെ, അപ്പോൾ 9 പറഞ്ഞിരിക്കുന്നത്. ദൃശ്യ പറഞ്ഞത് 9. നമുക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാണ്ടോ? ഇല്ല. ദൃശ്യ പറഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, അത് തന്നെ. അപ്പോൾ 9 തെറ്റാണെങ്കിൽ 2 ഇപ്പോൾ ഇവിടുന്ന് പോവോ? ഇല്ല, അങ്ങനെ പോകണ്ട. തെറ്റിച്ചിട്ടൊന്നുമില്ല, ഉത്തരം ശരിയാണ്. 9. എങ്ങനെ അറിയാം? ഫ്രണ്ട്സൊക്കെ ആയിട്ട്, കമ്പനിയൊക്കെ ആയിട്ട് അറിയാം. നോമ്പം പിന്നെ എന്തായാലും കോളേജിലും സ്കൂളിലൊക്കെ ഇഫ്താർ മീറ്റൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം മിനിമം ഈ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. പക്ഷെ ഇങ്ങോട്ട് നീങ്ങി. ഓക്കെ, എന്താണ് ഇങ്ങനെ ദൂരേക്ക് അകന്നകന്ന് പോകുന്നത്? അടുത്ത് നിൽക്കും. ഇനി അടുത്ത ചോദ്യം ഇതിലും സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇപ്പോൾ നമ്മുടെ മുസ്ലിംസിൻ്റെ ഏറ്റവും ആദരണീയനായിട്ടുള്ള പ്രവാചകൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രിയുടെ പേരെന്താണ്? അദ്ദേഹത്തിൻ്റെ മറ്റ് മക്കളേക്കാൾ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത്, എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏത് മകളെ കുറിച്ചിട്ടാണ്? ഫാത്തിമ. എല്ലാം അറിയാലോ. ഫാത്തിമ എന്ന പേരിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും. ആ പേരിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫാത്തിമ സെറ്റ്. ഇവിടെ പറഞ്ഞാലും അത് തന്നെ അല്ലേ? ഓക്കെ, അപ്പോൾ 2 ഉത്തരങ്ങളും ശരിയാക്കിയിട്ടുണ്ട്. ഇനി ഒരൊറ്റ ചോദ്യം അതുകൂടെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായി? എന്താ കിട്ടുക? എന്തെങ്കിലുമൊക്കെ കിട്ടും, സമ്മാനം കിട്ടും. ആസാദ് സിൽസിൻ്റെ അടിപൊളിയൊരു സമ്മാനം ഉണ്ടായിരിക്കും. മൂന്നാമത്തെ ചോദ്യം, മുസ്ലിങ്ങൾ ഏറ്റവും അവസാനത്തെ പ്രവാചകനായിട്ട് വിശ്വസിക്കുന്നത് ആരെയാണ്? നബിൻ്റെ പേരെന്താ? മുഹമ്മദ് നബി. അതെ, നബിദിന് റാലിയൊക്കെ കാണാറുണ്ടല്ലോ അല്ലേ? അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ട് ഈ 3 കാര്യങ്ങളും കോമൺ ആയിട്ട് അറിയാം. എന്നാലും അറിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവും ശരിയാക്കിയിരിക്കുകയാണ്. ഇസ്ലാമിലെ ഏറ്റവും അവസാനത്തെ പ്രവാചകനായിട്ടുള്ളത് മുഹമ്മദ് നബിയാണ്. ഉത്തരം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എന്തായിരുന്നു? ദൃശ്യ. നയന. 2 പേര് പേര് മാറിപ്പോയതാണ്. നയന 2 അല്ല, ദൃശ്യ 2 ഉത്തരവും പറഞ്ഞു. നയന 3ാമത്തത് ശരിയാക്കി. അപ്പോൾ 2 ആളും ഡബിൾ അടിച്ച് വന്നിട്ട് ഗിഫ്റ്റുമായിട്ടാണ് വീട്ടിലേക്ക് പോണത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെ ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ആസാദ് സിൽസ് നൽകുന്ന ഒരു ഗിഫ്റ്റിലൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആസാദ് സിൽസിൻ്റെ പ്രതിനിധികൾ ആ ഗിഫ്റ്റ് തരുന്നതായിരിക്കും. ഓക്കെ, ഹാപ്പി അല്ലേ?
ഇസ്ലാമിക് ആസാദ് സിൽസിലുള്ള നമ്മുടെ അടുത്ത മത്സരാർത്ഥികൾ എത്തിയിട്ടുണ്ട്. അവരാരൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. പേരെന്താണ്? ഷിഫിൻ. ഷിഫിൻ, ഷിഫ്ന, ഷിഫ്ന, അല്ലമീൻ. ഷിഫിനും ഷിഫ്നയും അല്ലമീനും. എവിടെയാണ് സ്ഥലം? രണ്ടത്താണി. രണ്ടത്താണി. പിന്നെ ഷോപ്പിങ്ങിന് വന്നേ ഉള്ളൂ അല്ലെങ്കിൽ കഴിഞ്ഞോ? വന്നിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. ഏത് ക്ലാസ്സിലാ? ഹലോ, ഏത് ക്ലാസ്സിലാ? ഏത് ക്ലാസ്സിലാ? ഒന്നാം ക്ലാസ്സിൽ. ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, 1 സ്റ്റാൻഡേർഡ്. ഏത് ക്ലാസ്സിലാണ്? ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ. 10th. ഏത് കോളേജിലാണ് പഠിക്കണേ? ഞാൻ കടകശ്ശേരി ഐഡിയ. ഏതാ കോഴ്സ്? ഏതാ? ബികോം CA. പിന്നെ രാജാസിലാണ്. എക്സാം ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഒന്നുമില്ല. എത്ര എണ്ണം കഴിഞ്ഞു? 4. എത്ര എണ്ണം ഉണ്ട്? ഞാൻ 5. ഓക്കെ. എല്ലാം സിമ്പിൾ ആയിരുന്നോ കഴിഞ്ഞതൊക്കെ? ചിലതൊക്കെ. എന്താണ് നമ്മളെ സ്കൂളിന്റെ പേരെന്താ? സ്കൂളിൽ നിന്ന് നേരെ വന്നതാണോ? നോമ്പുണ്ടോ? ക്ഷീണമൊന്നുമില്ലല്ലോ. ഉണ്ടോ ശരിക്കും? അപ്പോൾ നമ്മുടെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 3 ചോദ്യം ചോദിക്കും. അപ്പോൾ ആ ചോദ്യത്തിൽ ആദ്യത്തിനൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, രണ്ടാമത്തിന് ക്ലൂ ഉണ്ടാവും, മൂന്നാമത്തെ 2 ഉണ്ടാവില്ല. പക്ഷെ എന്നാലും 3 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ആസാദ് സിൽസിൻ്റെ ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ട്. ഇപ്പം ഏതെങ്കിലും ഒരെണ്ണം തെറ്റിച്ചാലും ആസാദുകാർക്ക് പ്രോത്സാഹന സമ്മാനം കൂടെ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടെൻഷനൊന്നും വേണ്ട. സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ഒരു ചോദ്യം, മേ ബി നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. ഇനി ഞങ്ങൾക്ക് അറിഞ്ഞൂടാന്ന് വെച്ചിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, തെറ്റിപ്പോയി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് അടുത്തേക്ക് തന്നെ ചോദ്യം. ആദ്യത്തെ ഒരു ചോദ്യം ചോദിക്കാം. ഖുർആൻ ഭൂമിയിലേക്ക് ഇറങ്ങിയത് പൂർണ്ണമായിട്ട് എത്ര വർഷങ്ങൾ എടുത്തിട്ടാണ്? എത്ര വർഷം കൊണ്ടാണ് ഖുർആൻ്റെ അവതരണം പൂർത്തിയായതെന്നാണ് ആദ്യത്തെ ചോദ്യം. ഞാൻ 3 ഓപ്ഷൻ പറഞ്ഞുതരാം. 25 വർഷം, 23 വർഷം, 13 വർഷം. ഇതിൽ എത്ര വർഷത്തെ കാലയളവ് കൊണ്ടാണ് ഖുർആൻ മുഴുവനായിട്ട് ഇറക്കപ്പെട്ടത്? 13, 23, 23, 25. 13 വർഷമല്ലേ? 13, 25. ആകെ 3 ഉള്ളത്. നിങ്ങൾ 3 ആൾ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ തെറ്റും. ഏതെങ്കിലും ഒരെണ്ണം പറയാം. ഏതാ? 13, 25, 13. ഓക്കെ, ഞാൻ ഇതിലിപ്പോൾ 13 ഫിക്സ് ചെയ്യാം. ഏതാ വേണ്ടത്? 25 13 നിങ്ങളവിടെ പോയി അടി ഉണ്ടാക്കരുത്, എനിക്ക് അത്രേ ഉള്ളൂ. ഏതാ ഫിക്സ് ചെയ്യണ്ടേ? ഏതാ ഈ പറയാം, ഏതാ വേണ്ടേ? ഇതാത്ത പറഞ്ഞ വേണം. 13. ഇതാത്ത പറഞ്ഞാൽ മതി. 13 ഞാൻ ഫിക്സ് ചെയ്യണത്. പക്ഷെ ചെറിയ പ്രശ്നമുണ്ട്, 2 തെറ്റാം. 23 ഇപ്പോൾ ഹാപ്പി അല്ലേ? 2 ആളും തെറ്റാണ്. ഇനിയിപ്പോൾ ഒരാളെ ഭാഗം നിന്നുള്ളൊരു പേര് വേണ്ടല്ലോ. 23 ശരിക്കിട്ടുള്ള ഉത്തരം. ഒരു 10 വർഷത്തിന്റെ കുറവേ ഉള്ളൂ, അത്ര കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതായിരിക്കും, ഓർമ്മയില്ലാത്തതാണ്. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആസാദ് സിൽസിന്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. എന്തിന്? തെറ്റിച്ച് പറഞ്ഞതിനാണോ? അല്ല, ഇവിടെ വന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ ഫ്ലോറിൽ വന്ന് പങ്കെടുത്തതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സമ്മാനം തരുന്നതിനായിട്ട് ആസാദ് സിൽസിന്റെ പ്രതിനിധികളെ സ്വാഗതം ചെയ്യുന്നു. ആസാദ് സിൽസിന്റെ മാർക്കറ്റിംഗ് മാനേജർ ദേവദാസ് സാറാണ് സമ്മാനം നൽകുന്നത്. കേരള മിഷൻ ഇസ്ലാമിക് ആസാദ് സിൽസ് ഇന്നത്തെ നമ്മുടെ കുറച്ചുകൂടെ കണ്ടസ്റ്റൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അധിക പേരും കുട്ടികളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവരുടെ വിശേഷങ്ങൾ എന്ന് ചോദിക്കാം. എന്താണ് പേര്? ഇസിൻ എന്ന് വീട്ടിൽ വിളിക്കേണ്ട പേരാണോ? മോൻ്റെ പേരെന്താ? ഡിയാൻ. ഇതെന്ത് പറ്റി ഇവിടെ വീണതാണോ? എന്താ പേര്? റയാൻ. ഡിയാന്, ഇസിൻ. ഓക്കെ, എല്ലാവരും ഡ്രസ്സ് എടുത്തോ? എന്താണ്, ഉറങ്ങാണോ? ഉറക്കത്തിലാണോ? ഓക്കെ, ഇത് തൻ്റെ പേരെന്താ? സാഹിറ. സിസ്റ്റേഴ്സ് ആണോ?
പിന്നെ എങ്ങനെയുണ്ട് ഡ്രസ്സിങ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ? പോവായിരുന്നോ? പിള്ളേരുടെ ഒക്കെ കഴിഞ്ഞോ? ഓക്കെ, ഇവരുതാണ് മെയിനായിട്ട് കുറെ സമയം എടുക്കുക. എങ്ങനെയുണ്ട് ആസാദിന്റെ കളക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? നല്ല സ്ഥലം. സ്ഥിരമായിട്ട് ഇവിടെയാണോ വരാറ്? ഓക്കെ, എവിടെ സ്ഥലം? പുല്ലൂര്. പിന്നെ നമ്മുടെ പരിപാടി എങ്ങനെയാന്ന് അറിയോ? കണ്ടിട്ടുണ്ടോ? ഓക്കെ, പരിപാടി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു 3 ചോദ്യം ചോദിക്കും. അപ്പം അതിൽ ആദ്യത്തെ ചോദ്യത്തിന് ഓപ്ഷൻ തരും, രണ്ടാമത്തെ ചോദ്യത്തിന് ഒരു ക്ലൂ ഉണ്ടാവും, മൂന്നാമത്തതിന് 2 ഉണ്ടാവില്ല. 3നും ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ആസാ സിൽസിൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ സാധാരണ നമ്മൾ 3ഉം പറഞ്ഞ വിജയികൾക്ക് മാത്രമാണ് ഗിഫ്റ്റ് കൊടുക്കാറുള്ളത്. പക്ഷേ ആസാ സിൽസ് അവരുടെ കസ്റ്റമേഴ്സിന് ഇത് സമ്മാനം എന്നുള്ള രീതിക്ക് ഒരു പ്രോത്സാഹന സമ്മാനം പങ്കെടുക്കുന്നവർക്കും കൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇവർക്ക് അറിയുന്നതാണെങ്കിൽ ഇവർക്ക് പറയാം, നിങ്ങൾക്ക് പരസ്പരം എന്ത് ചെയ്യാം, ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ നോമ്പിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞോ? അതല്ല ഇനി പോയിട്ടാണോ? പോയിട്ടാണ്. എന്താണ് ഒക്കെ വിചാരിക്കണത്? ഒന്നും തീരുമാനിച്ചില്ല. ചിലപ്പോൾ എന്തേ വാങ്ങി പോവായിരിക്കും. ഇത് നല്ല ക്ഷീണമാവും. പിള്ളേരെ കൊണ്ടൊക്കെ ഷോപ്പിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എന്തായാലും നമുക്ക് ഈ കുട്ടിപ്പട്ടാളങ്ങളുടെ കൂടെയുള്ള പേരെന്തായിരുന്നു ഞാൻ മറന്നു? സാഹിറയും കമറുന്നീസയും. അപ്പോൾ ഇവരിട്ട് നമുക്ക് ആദ്യത്തെ ഒന്ന് ചോദിക്കും. ആദ്യത്തെ ചോദ്യത്തിന് ചെറിയൊരു 3 ഓപ്ഷൻ ഞാൻ തരും. അഥവാ തെറ്റിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ചോദ്യം ഇതാണ്. നമ്മൾ മുസ്ലിങ്ങൾ വിശ്വാസികൾക്ക് റമദാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കി എന്നുള്ളത് ഏത് സൂറത്തിലാണ് പറയപ്പെട്ടിട്ടുള്ളത്? ഞാൻ ആവശ്യമൊന്നുമില്ല, സിമ്പിൾ. അതാ ഞങ്ങൾക്ക് ഒന്നും അറിഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയാണ്. പക്ഷെ ഓപ്ഷൻ പോലും പറയാൻ സമ്മതിച്ചില്ല. അതിന്റെ മുന്നേ ഉത്തരം പറഞ്ഞത് സൂറത്തുൽ ബഖറ ആണോ? ഉറപ്പാണോ? ആണോ? നമ്മ പറഞ്ഞാൽ പിന്നെ അത് തന്നെ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഉത്തരം ശരിയാക്കിയിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിന് ഞാൻ ഓപ്ഷൻ തരില്ല. ആദ്യത്തെ ചോദ്യത്തിന് നിങ്ങൾ എന്തായാലും ഓപ്ഷൻ വാങ്ങിയിട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. രണ്ട് ബിസ്മിയുള്ള സൂറത്ത് നംല്. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ശരിയാക്കിയിരിക്കുകയാണ്. എന്നാൽ പിന്നെ മൂന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേനും എൻ്റെ ഒരു ഹെൽപ്പ് ആവശ്യം വന്നിട്ടില്ല. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ബിസ്മി ഇല്ലാത്ത അധ്യായമുള്ളത് ഏത് സൂറത്തിലാണ്? തൗബ. ചടപട ആൻസേഴ്സാണ്. ഇതിന് പേര് കമറുന്നീസ. ഓക്കെ, പിന്നെ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഖുർആൻ ക്ലാസ്സിന് പോകും, അല്ലെങ്കിൽ ചെറുതാകുമ്പോൾ പഠിച്ചത് തന്നെയാണ് ഓർമ്മ ഉള്ളത്? കേട്ടല്ലോ. എന്താ വർക്ക് ചെയ്യുന്നുണ്ടോ? ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ? വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷെ എന്തായാലും ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണെങ്കിൽ പോലും അതിപ്പോഴും നല്ല ഓർമ്മയിലുണ്ട്. മാഷാ അല്ലാഹ്, അത് വളരെ നല്ലൊരു കഴിവാണ്. അപ്പോൾ മക്കൾ ഇതേപോലെ പഠിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ആവശ്യ സമയത്ത് ഉപയോഗിക്കുക, നല്ല ഓർമ്മയിൽ വയ്ക്കുക, നല്ല പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങുക കേട്ടോ. അപ്പോൾ എന്തായാലും 3 ഉത്തരങ്ങളും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ വകയും ആസാ സിൽസിൻ്റെ വകയും ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഗിഫ്റ്റ് തരുന്നതിന് വേണ്ടിയിട്ട് ആസാ സിൽസിൻ്റെ പ്രതിനിധികളെ സ്വാഗതം. അപ്പോൾ ഇവർക്കുള്ള ഗിഫ്റ്റ് നൽകുന്നത് ആസാ സിൽസിൻ്റെ HR മാനേജർ റാഷിദ് സാറാണ്. അപ്പോൾ നമ്മുടെ വിജയിക്കുള്ള സമ്മാനം കൊടുക്കുന്നത് ആസാ സിൽസിൻ്റെ ഫ്ലോർ മാനേജർ ബാലകൃഷ്ണൻ സാറാണ്. ഇസ്ലാമിക് ക്വിസിലെ ആസാദ് സിൽക്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ നമുക്ക് 2 ടീം അംഗങ്ങളാണ് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞിട്ട് സമ്മാനം നേടിയിരിക്കുന്നത്. ബാക്കി പങ്കെടുത്ത എല്ലാവർക്കും തന്നെ ആസാദ് സിൽക്സിന്റെ പ്രോത്സാഹന സമ്മാനങ്ങളും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇതേപോലെ മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും അസ്സലാമു അലൈക്കും.